അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വർഗം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന 4 വിഭാഗം ആളുകൾ. ആ 4 വിഭാഗം ആളുകളെ സ്വർഗം മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർഗം ഇങ്ങനെ ആ 4 വിഭാഗം ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ആരാണ് ആ 4 വിഭാഗം ആളുകൾ? ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കാം. വീഡിയോ പൂർണ്ണമായും കാണുക, പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് നിങ്ങൾ ചെയ്യുക. മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയാണ് ലൈക്ക് ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഒരു മാഷാ അല്ലാഹ് കമൻ്റായി രേഖപ്പെടുത്തുക. ആരാണ് ആ വിഭാഗം ആളുകൾ? ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. അൽ ജന്നത്തു മുഷ്താഖുൻ ഇലാ അർബഅത്തി നഫർ. 4 വിഭാഗം ആളുകളെ സ്വർഗം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നാമത്തത് താലിൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാണ്. നാമൊക്കെ വിശുദ്ധമായിരിക്കുന്ന റമദാനു ഷരീഫിലാണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ റമദാനിൽ ധാരാളം ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി നാം ശ്രമിക്കണം. ഖുർആൻ പാരായണം ചെയ്യുന്നവരെ സ്വർഗത്തിന് വലിയ ഇഷ്ടമാണ്. അവരെ സ്വർഗം കാത്തിരിക്കുകയാണ്. രണ്ടാമത്തത് ഹാഫിളുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്ന ആളുകൾ, നാവിനെ സംരക്ഷിക്കുന്ന ആളുകൾ. എല്ലാ തെറ്റുകളെ തൊട്ടും, തെറ്റുകൾ പറയുന്നതിനെ തൊട്ട്, കളവുകൾ പറയുന്നതിനെ തൊട്ട്, ഹറാമായത് ഭക്ഷിക്കുന്നതിനെ തൊട്ട് നാവിനെ ശ്രദ്ധിക്കുന്ന ആളുകൾ, അവരെ സ്വർഗം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ വിഭാഗം വമുത്ഇമുൽ ജിആൻ, വിശക്കുന്നവനെ ഊട്ടുന്നവൻ, വിശക്കുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകുന്നവർ. റമദാനിൽ ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങൾ നാം നൽകാറുണ്ട്. ഇഫ്താർ ഖൈമകൾ നടത്താറുണ്ട്. അതുപോലെ പാവങ്ങളെ സൽക്കരിക്കുക, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, അവരെ സ്വർഗം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നാലാമത്തെ വിഭാഗം വസ്വാഇമു ഫീ ഷഹ്രി റമദാൻ, റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകൾ. അപ്പോൾ നമ്മുടെ നോമ്പ് അള്ളാഹു പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള നോമ്പ് ആവാൻ വേണ്ടി നാം ശ്രമിക്കണം. അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കുന്നവരെയും സ്വർഗം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 4 വിഭാഗത്തിൽ പെടാൻ നാം ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വിശുദ്ധമായിരിക്കുന്ന റമദാൻ അവൻ പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള നോമ്പായി നമ്മുടെ നോമ്പിനൊക്കെ അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. വീഡിയോ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി, വിശുദ്ധമായിരിക്കുന്ന റമദാനു ഷരീഫ് അനുകൂലമായി സാക്ഷി പറയുന്ന മുഅ്മിനീങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. കുറച്ച് കടങ്ങളൊക്കെയുണ്ട്. കടങ്ങൾ വീടാൻ നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.